നടക്കുന്നു. അതിൻ്റെ ഇടയിൽ മമ്മദ് അവിടെ കിടക്കുന്നു. ആര് തിരിഞ്ഞു നോക്കാൻ പോലുമില്ല. എവിടെ കുഴിച്ചിടണം എന്നുള്ളതിനെക്കുറിച്ച് തീരുമാനമില്ല. ആര് കുളിപ്പിക്കുമെന്നുള്ളതിനെക്കുറിച്ച് തീരുമാനമില്ല. അങ്ങനെ മൊത്തം അവിടെ കിടക്കുകയാണ്. അങ്ങനെ അവസാനം ഒരു വിധം എല്ലാവരും കൂടി അടിപിടി കൂടിയിട്ടാണെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ പിടിച്ച് കുഴിച്ചിട്ട്. അങ്ങനെ അതിന് ശേഷം പിന്നെ സംഭവിക്കണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയേ ഉള്ളൂ അല്ലേ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയി. മമ്മദ് പോയി. ഇനിയിപ്പോൾ അടുത്ത പ്രവാചകൻ ആരാണെന്നുള്ള ചിന്തയായി നാട്ടുകാർക്ക്. കാരണം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വലിയ അന്ത്യപ്രവാചകനെന്നും നാട്ടുകാർക്ക് മുഴുവനുള്ള മോഡലാണ് എന്നൊക്കെ പറയുമെങ്കിലും അവിടെയുള്ള ആളുകൾക്കും പ്രത്യേകിച്ച് മമ്മദിൻ്റെ കൂട്ടാളികളായിട്ടുള്ള ആളുകൾക്കും മൂപ്പരൊരു ഗബ്ബർ സിംഗ് ആയിരുന്നു. അതായത് കൊള്ളയടിക്കുക, കൊള്ള മുതലുകൾ വീതിച്ചു കൊടുക്കുക, ഇതായിരുന്നു പണി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നേതാവ് പോയാൽ അടുത്ത നേതാവിനെ തെരഞ്ഞു പോകും. കാരണം ആളുകൾക്ക് വേണ്ടത് എന്താണ്? ജീവിക്കാനുള്ള വകുപ്പാണ്. അതിന് വേണ്ടത് സമ്പത്താണ്. സമ്പത്ത് എങ്ങനെയാണ് കിട്ടുക? കൊള്ളയടിച്ചിട്ടാണ് കിട്ടുക. ഇവരുടെ മെയിൻ പണി എന്താണ്? കൊള്ളയടിയായിരുന്നു. മമ്മദ് ഏറ്റവും ലാസ്റ്റ് അട്ടർച്ചി കിട്ടിയത് പോലും അത്തരത്തിലുള്ള ഒരു കൊള്ളയിലൂടെയാണ്.